ഹലോ ഓൾ വെൽക്കം ടു ടെക് ട്യൂട്ടർ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് റെഗുലർ ഗ്രാമറിൻ്റെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇതിൽ നമ്മൾ കുറച്ച് എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ട് പോകുന്നുണ്ടാകും. കുറച്ച് പ്രോബ്ലംസ് ഡീൽ ചെയ്യുമ്പോൾ ട്രിക്സ് ഇവിടെ നമുക്ക് നോക്കാൻ. സോ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഒരു റെഗുലർ ഗ്രാമർ തന്നിരിക്കുന്നത് A0 ഗീവിങ് A1, A1 ഗീവിങ് B A1 ബാർ A ബാർ BA0 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം A0യും A1ഉം ആണ് രണ്ട് സ്റ്റേറ്റ്സ് ഉള്ളത് ഇതിൽ തന്നിരിക്കുന്നത്. ഐ മീൻ വേരിയബിൾസ്. A0യും A1നെയും നമ്മൾ ഡിനോട്ട് ചെയ്തു. A0യിൽ നിന്ന് A റീഡ് ചെയ്ത് A1ലേക്ക്. ശരി, അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞു. A1ൽ നിന്ന് B റീഡ് ചെയ്ത് A1ൽ തന്നെ, A1ൽ നിന്ന് B റീഡ് ചെയ്ത് A0യിലേക്ക്. അപ്പോൾ തിരിച്ചു പറഞ്ഞ് നമുക്ക് വരയ്ക്കാം. B റീഡ് ചെയ്ത് A0. സോ ഈ പ്രൊഡക്ഷൻ കഴിഞ്ഞു. ഇങ്ങനെ തന്നിരിക്കുന്ന പ്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞു, ഇനി ഏതെങ്കിലും ഒരു വേരിയബിൾ ഗീവിങ് എ ടെർമിനൽ എന്നുള്ള പ്രൊഡക്ഷൻ ആണെങ്കിൽ ദാറ്റ് മീൻസ് ഈ ടെർമിനലിനെ റീഡ് ചെയ്തിട്ട് ഇതൊരു ഫൈനൽ സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഈ ഫൈനൽ സ്റ്റേറ്റ് ഇവിടെ പറഞ്ഞിരിക്കണം എന്നില്ല. സോ നമുക്ക് എന്താണ് A1നെ നമുക്ക് ഒരു ഫൈനൽ സ്റ്റേറ്റ് Fലേക്ക് കൊടുത്തിട്ട് A എന്ന് മെൻഷൻ ചെയ്യാം. ഇതാണ് കറസ്പോണ്ടിങ് ഈ തന്നിരുന്ന ഗ്രാമറിന്റെ NFA എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ S ഗീവിങ് 0s bar 1a bar 1 a giving 0a bar 1a bar 0 bar 1 ഇതാണ്. അപ്പം ഇതിലും ഒരു അഡീഷണൽ തിങ് ഞാൻ പറയാം. ഇപ്പോൾ ഇനീഷ്യലി നമുക്ക് എസ് സ്റ്റാർട്ട് സിമ്പിൾ എ ആണ് പിന്നെ തന്നിരിക്കുന്ന ഒരു സിമ്പിൾ ഉള്ളത്. അപ്പം എസിൽ നിന്ന് 0 റീഡ് ചെയ്ത് എസിലേക്ക് തന്നെ, 1 റീഡ് ചെയ്ത് എയിലേക്ക്. ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ ഇപ്പോൾ ഒരു വേരിയബിൾ ഗീവിങ് a terminal and another variable bar the same terminal എന്നാണെങ്കിൽ ഇതിന്റെ അർത്ഥം എക്സിൽ നിന്ന് എ റീഡ് ചെയ്ത് വൈയിലേക്ക് മൂവ് ചെയ്യുന്നു ആൻഡ് വൈ ഈസ് എ ഫൈനൽ സ്റ്റേറ്റ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം എന്നതാണ് ഇതിന്റെ ഒരു മീനിങ്. അപ്പൊ ഇവിടെ ഈ ഒരു പ്രൊഡക്ഷൻ അങ്ങനെയാണ്. എസിൽ നിന്ന് 1 റീഡ് ചെയ്ത് എ ആൻഡ് 1 എന്ന് പറയുമ്പോൾ എ നമുക്കൊരു ഫൈനൽ സ്റ്റേറ്റ് ആയി കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ 1 റീഡ് ചെയ്ത് എ ഒരു ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി ഇത് തന്നെ എക്സ് ഗീവിങ് എ എക്സ് ബാർ എ എന്നാണെങ്കിൽ അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട. കാരണം ചില കേസിൽ അതൊരു കൺഫ്യൂഷൻ വരും. അതായത് ഇത് പറയുന്നത് മിനിമം എ എന്നൊരു ട്രാൻസിഷൻ ഉണ്ടെന്നാ. നമ്മൾ ഇവിടെ എക്സിനെ വീണ്ടും ഫൈനൽ ആക്കിയാൽ അത് 0 ഓർ മോർ എന്നുള്ളൊരു കൺസിഡറേഷനിലാണ് വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് വരും, നമ്മൾ അതിനെ ഫൈനൽ സ്റ്റേറ്റ് ആക്കരുത്. ദാറ്റ് മീൻസ് ഈ ഒരു ഇതിൽ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അതായത് 0 എ റീഡ് ചെയ്ത് 0 ചെയ്യുമ്പോൾ നമ്മൾ ഫൈനൽ കൊടുക്കുന്ന ഒരു കേസ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കണ്ടീഷനെ ഇവിടെ അവോയ്ഡ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ 0യോ 1ഓ കൊടുത്തിട്ടില്ലായിരുന്നു, ഇതില്ലായിരുന്നു എന്ന കേസ് ആണെങ്കിൽ നമുക്ക് എയെ ഫൈനലായിട്ട് കൊടുക്കുന്നതിന് തെറ്റുണ്ടായിരുന്നില്ല. അപ്പോൾ 0യും 1ഉം വന്നിരിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ ഇവിടെ ഈ എയെ ഇവിടെ ഫൈനലായിട്ട് സെക്കൻഡിൽ നിന്ന് ഫൈനലായിട്ട് കൺസിഡർ ചെയ്യാതെ നമ്മളൊരു സെപ്പറേറ്റ് ഫൈനൽ സ്റ്റേറ്റ് തന്നെ കൊടുക്കുന്നു. അപ്പോൾ അതെന്താണ് നമുക്ക് ഇവിടുത്തെ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞു. അപ്പം 1a ഇനി 0യിൽ നിന്ന് 1 റീഡ് ചെയ്ത് ഒരു ഫൈനലിലേക്ക് നമ്മൾ ഒരെണ്ണം കൂടെ കൊടുക്കുന്നു. നെക്സ്റ്റ് വൺ എയിൽ നിന്ന് 0 റീഡ് ചെയ്ത് 0യും 1ഉം ഇവിടെ തന്നെ, ഇനി 0യും 1ഉം റീഡ് ചെയ്ത് ഫൈനലിലേക്ക് മൂവ് ചെയ്യുന്നു. എന്തെങ്കിലും കാരണവശാൽ ഇവിടെ ഈ 0യും 1ഉം ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് എ ഫൈനലായിട്ട് കൊടുക്കാമായിരുന്നു എന്നതൊരു കണ്ടീഷൻ തന്നെയാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഇതിന്റെ അകത്ത് തന്നെ, സപ്പോസ് ഇതിന്റെ അകത്ത് തന്നെ എപ്സിലൺ വരുന്നൊരു കേസ് ഉണ്ട് എന്ന് കരുതുക. എപ്സിലൺ വരുന്നൊരു കേസ് ഉണ്ടെങ്കിൽ, അതായത് ഈ സ്റ്റാർട്ടിൽ എസ് ഈക്വൽ ടു എപ്സിലൺ എന്ന് ഇപ്പോൾ 0s ബാർ 1a ബാർ 1a ബാർ എപ്സിലൺ ഉണ്ട് എങ്കിൽ നമ്മൾക്ക് ഈ എസിന്റെ ഇവിടെ എസിനെയും കൂടി ഒരു ഫൈനൽ സ്റ്റേറ്റ് ആക്കണം. അതായത് എപ്സിലൺ റീഡ് ചെയ്താലും അത് അക്സെപ്റ്റബിൾ ആണ് എന്നുള്ള ഒരു കണ്ടീഷൻ ആണ്. അതുകൊണ്ട് എസിനെ നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പോൾ ഇതൊരു ബേസിക്സ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ എസ് ബാർ എ എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കേസിൽ ഞാൻ പറഞ്ഞല്ലോ എക്സ് ഗീവിങ് എ എക്സ് എന്നാണെങ്കിൽ നമ്മളത് കൺസിഡർ ചെയ്യരുത്. അതുകൊണ്ട് എസിൽ നിന്ന് മിനിമം എ റീഡ് ചെയ്താൽ അത് അക്സെപ്റ്റബിൾ ആയിരിക്കണം. ഇനി എയിൽ നിന്ന് ഇതായിരിക്കണം മിനിമം ഉള്ള ഒരു മിനിമം ഒരു NFA എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. എസ് ഗീവിങ് 0a ബാർ 1b ബാർ 0 ബാർ 1 എ ഗീവിങ് 0s 1b ബാർ 1 ബി ഗീവിങ് 0a ബാർ 1s. ഈ ഒരു കേസിൽ നമുക്ക് നോക്കാം എന്താണെന്ന്. എസ് ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. എസിൽ നിന്ന് 0 റീഡ് ചെയ്ത് നമ്മൾ എയിലേക്ക് പോകുന്നു. ഇനി 1 റീഡ് ചെയ്ത് ബിയിലേക്കും പോകുന്നു. ഇനി 0യും 1ഉം വരുന്നു. അപ്പോൾ ആ കേസിൽ ശരിക്കും പറഞ്ഞാൽ എ ഒരു ഫൈനൽ സ്റ്റേറ്റും ബി ഒരു ഫൈനൽ സ്റ്റേറ്റുമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം നമ്മൾ ഉടനെ തന്നെ നോക്കേണ്ട കേസ് എയുടെ പ്രൊഡക്ഷനിൽ എവിടെയെങ്കിലും എ തന്നെ വരുന്നുണ്ടോ 1ന്റെ കൂടെ? ഇല്ല. ബിയുടെ പ്രൊഡക്ഷനിൽ ബിയും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ രണ്ടിനെ വേണമെങ്കിൽ ഫൈനലായിട്ട് ഇവിടെ തന്നെ കൺസിഡർ ചെയ്യാം. ഒരു അഡീഷണൽ ഫൈനൽ സ്റ്റേറ്റ് കൊടുത്തു എന്ന് പറഞ്ഞ് യാതൊരു തെറ്റുമില്ല.
അപ്പം നമ്മുടെ ഇത് കറസ്പോണ്ടിങ് തെറ്റി പോകുന്നില്ല, ഒരു എക്സ്ട്രാ സ്റ്റേറ്റ് കൂടെ വരുന്നേ ഉള്ളൂ. നമ്മൾ എപ്പോഴും പ്ലോട്ട് ചെയ്യുന്നത് മിനിമൽ ഡി എഫ് എ ആയാലും മിനിമൽ എൻ എഫ് എ ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ സ്റ്റേറ്റ് ഇട്ട് കൊടുക്കാം, നോ ഇഷ്യൂസ്. ഇനി എയിൽ നിന്ന് 0 റീഡ് ചെയ്താൽ എസിലേക്ക്, 1 റീഡ് ചെയ്താൽ ബിയിലേക്ക്. ഓൾറെഡി ബി നമ്മൾ ഫൈനലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ബിയിൽ നിന്ന് 0 റീഡ് ചെയ്താൽ എയിലേക്ക്, ബിയിൽ നിന്ന് 1 റീഡ് ചെയ്താൽ എസിലേക്ക്. ഇതാണ് കറസ്പോണ്ടിങ് ഒരു എൻ എഫ് എ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റൻ കൂടി ഇതിൽ നമ്മൾ കണ്ടിരുന്നു, അത് ഞാനൊന്ന് കൊടുക്കുകയാണ്. ഒരു എക്സ്പ്രഷൻ 0a bar 1a, a giving 0a bar 1a, 1b minus b, b giving 0b bar 1b, 0 bar 1. ഈ ഒരു കേസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എസ്, എ, ബി. എസിൽ നിന്ന് 0 റീഡ് ചെയ്ത് എയിലേക്ക്, 1 റീഡ് ചെയ്തു എയിലേക്ക്. സോ നമ്മൾ ബോത്ത് 0 or 1 അവിടെ തന്നെ മെൻഷൻ ചെയ്യുന്നു. എയിൽ നിന്ന് 0 റീഡ് ചെയ്ത് എയിലേക്ക്, ബിയിൽ നിന്ന് 1 റീഡ് ചെയ്താലും എയിലേക്ക്. എയിൽ നിന്ന് പ്ലസ് റീഡ് ചെയ്ത് ബിയിലേക്ക്, മൈനസ് റീഡ് ചെയ്ത് ബിയിലേക്ക്. ബിയിൽ നിന്ന് 0 റീഡ് ചെയ്ത് ബിയിലേക്ക്, 1 റീഡ് ചെയ്ത് ബിയിലേക്ക്. ഇത് സെയിം സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ തന്നെ ഫൈനൽ സ്റ്റേറ്റ് ആയി കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വേറൊരു ഫൈനൽ സ്റ്റേറ്റ് എഫ് എടുക്കുന്നു. അത് 0യും 1 റീഡ് ചെയ്യുന്ന മൂവിനായിട്ട് നമ്മൾ കൊടുക്കും. ഇത് എന്തെങ്കിലും ഒരു കാരണവശാൽ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി എ ഫൈനലായിട്ട് കൊടുക്കാത്തത് എന്ന് കരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് 0യെ നമ്മൾ ഇതിൽ നിന്ന് 0 എടുത്തു, എ റീപ്ലേസ് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പ്ലസ് ബി എടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് ബി ഫൈനൽ ആയിട്ട് നമ്മൾ കൊടുത്താൽ അവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പറ്റും, എ പ്ലസ് എന്ന് വെച്ച് എൻഡ് ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു വാലിഡ് സ്റ്റേറ്റ് ഇല്ല, ആ ബി എ എന്തോ ഒന്ന് റീപ്ലേസ് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അതിനെ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് കൊടുക്കാത്തത്. ഇനി നമുക്ക് ഇതാണ് ബേസിക്കലി ഒരു ഗ്രാമറിന്റെ കറസ്പോണ്ടിങ് എൻ എഫ് എ അല്ലെങ്കിൽ ഡി എഫ് എയിലേക്കുള്ള ചേഞ്ച് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമ്മൾ നോർമലായിട്ട് ഗ്രാമർ ആസ് എ ഹോൾ പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഒരു ഗ്രാമറിന്റെ ഡെറിവേഷൻ, ഒരു സ്ട്രിങ് ഡിറൈവ് ചെയ്യുന്ന ഫോമാറ്റ്, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആൻഡ് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറയും, ആൻഡ് കറസ്പോണ്ടിങ് ഒരു പാർസ് ട്രീയുടെ ഡെവലപ്മെന്റ്. സോ അതുകൂടെ നമുക്കൊന്ന് നോക്കാനുണ്ട്. ഒരു സ്ട്രിങ് തന്നിരിക്കുന്ന ഒരു ഗ്രാമറിൽ നിന്ന് ഒരു സ്ട്രിങ് എങ്ങനെയാണ് ലെഫ്റ്റ് മോസ്റ്റ് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും അതിന്റെ കറസ്പോണ്ടിങ് പാർസിംഗും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ഗ്രാമർ, ഞാനിത് റെഗുലർ ഗ്രാമറിനെ ബേസ് ചെയ്തല്ല കേട്ടോ കാണിക്കുന്നത്, ഒരു ജനറൽ ആയിട്ടാണ്. അപ്പോൾ എസ് ഗീവിംഗ് എ എസ് എ ബാർ ബി എസ് ബി ബാർ എ ബാർ ബി, എ ഗീവിംഗ് എ, ബി ഗീവിംഗ് ബി. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാമർ. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഷോ ദാറ്റ് ദ സ്ട്രിങ് എ എ ബി 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 എ എ is an element of the corresponding language L represented by the given grammar. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനും റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും കറസ്പോണ്ടിങ് പാർസ് ട്രീ ഡെവലപ്പ് ചെയ്യാൻ പറയും. ഇങ്ങനെ ഒരു ജനറൽ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാറുണ്ട്. അപ്പം നമുക്ക് ഞാൻ ആദ്യം ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഇനീഷ്യലി എസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഞാൻ ഇപ്പോൾ നമുക്ക് വേണ്ടത് എ ആണ്. ഓക്കെ, എസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എ കിട്ടണമെങ്കിൽ ഡയറക്ട്ലി നമുക്ക് എ എഴുതാം. അപ്പോൾ എ എഴുതി കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ ഒരു റീപ്ലേസ് ചെയ്യാനുള്ള ഒരു വേരിയബിൾ ഇല്ല. അപ്പം ഇതിവിടെ തീർന്നു പോകും. സോ ഈ സ്ട്രിങ്ങിലേക്ക് നമ്മൾ എത്തില്ല. സോ നമുക്ക് എ പ്രൊവിഷൻ കിട്ടുന്നത് ഈ കറസ്പോണ്ടിങ് എയിലേക്ക് വരുമ്പോഴാണ്. സോ നമുക്ക് അതിനുള്ള കറസ്പോണ്ടിങ് പ്രൊവിഷൻ ഇതേ ഉള്ളൂ. സോ ഞാൻ അതിൽ ആദ്യത്തെ എ എസ് എ എടുത്തു. ഇനി ഇതിൽ നമുക്ക് വേണമെങ്കിൽ എന്താ, ഈ റൈറ്റിൽ കിടക്കുന്ന വേരിയബിളിനെ ആദ്യം റീപ്ലേസ് ചെയ്യാം. അതിന് പകരം നമുക്ക് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആയതുകൊണ്ട് നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ലെഫ്റ്റ് കിടക്കുന്ന വേരിയബിളിനെ വേണം റീപ്ലേസ് ചെയ്യാൻ. അതാണ് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ആ എയെ റീപ്ലേസ് ചെയ്യുന്നത് ഈ സ്മോൾ എ വെച്ചിട്ട്, എന്നിട്ട് എസ് എ ഐ. അപ്പം ഇത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇതിൽ നമുക്ക് എയോ എസോ റീപ്ലേസ് ചെയ്യാനുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. ലെഫ്റ്റ് മോസ്റ്റ് ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ ലെഫ്റ്റ് മോസ്റ്റ് വേരിയബിളിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു എസ്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ നോക്കണം, നമുക്ക് എ ഓൾറെഡി കിട്ടി, ഇനി കിട്ടേണ്ടതും എ തന്നെയാണ്. അപ്പം നമുക്ക് ഈതർ ഈ കറസ്പോണ്ടിങ് എസിനെ ഈ എ വെച്ച് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു എ എസ് എ വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇതിനൊരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഓരോ തവണ യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഇവിടെ സൈഡിൽ എഴുതാം കേട്ടോ. ഇവിടെ നമ്മൾ ഇതിന് കൺഫ്യൂഷൻ ഇല്ല, എ എസ് എ യൂസ് ചെയ്തു. സെക്കൻഡ് എസിനെ റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എസ് ഗീവിംഗ് എ വെച്ചിട്ട് തന്നെ ഞാൻ റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ എസ് ഗീവിംഗ് എ വെച്ച് റീപ്ലേസ് ചെയ്താൽ ഈ പ്രൊഡക്ഷൻ എ എ എ എന്നുള്ളത് ആകുള്ളൂ. ഓക്കെ, സോറി ഇവിടെ അങ്ങനെയല്ല കേട്ടോ, ഇതിൽ എ ഗീവിംഗ് എ എ എന്നുള്ളത് വെച്ച് റീപ്ലേസ് ചെയ്തു. ഇനി എസ് ആണ് നെക്സ്റ്റ് റീപ്ലേസ് ആവാനുള്ളത്. അപ്പൊ ഈ എസിനെ റീപ്ലേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത് ഇവിടെ. അതുകൊണ്ട് നമ്മളിവിടെ എഴുതാൻ പോകുന്നത് നെക്സ്റ്റ് എ കഴിഞ്ഞു. എസിന്റെ പ്രൊഡക്ഷൻ ഏതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്? എസ് ഗീവിംഗ് എ എസ് എ എന്ന പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇത് എന്താകും? എ എസ് എ, ഓൾറെഡി കിടന്നിരുന്ന എ അവിടെ തന്നെ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇനി അപ്പം നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ളത് ഈ എ ആണ്.
ഈ എയെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം എന്നുള്ള പ്രൊഡക്ഷൻ. ഞാൻ ഇതിനെ എ ഗീവിങ് എ എന്നുള്ള ഒരു പ്രൊഡക്ഷനേ ഉള്ളൂ. സോ നമുക്ക് എന്താവും ഇത് എ എസ് എ. ഇനി ലെഫ്റ്റ് മോസ്റ്റ് കിടക്കുന്ന അപ്പം എസ് ആണ്. ഈ എസിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്താണ്? അപ്പൊ നമുക്ക് 2 എ കിട്ടി, ബി ആണ് കിട്ടേണ്ടത്. അതുകൊണ്ട് നമുക്ക് ബി എസ് ബി യൂസ് ചെയ്യാം. അപ്പൊ എസ് ഗീവിങ് ബി എസ് ബി എന്ന പ്രൊഡക്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സെന്റൻഷ്യൽ ഫോം വന്നിട്ട് ബി എസ് ബി എ എന്നാവും. ഈ ബി എ നമുക്ക് ബി മാത്രമേ ഓപ്ഷൻ ഉള്ളൂ, അതുകൊണ്ട് ബി ഗീവിങ് ബി കൊടുക്കുന്നു. അപ്പോൾ ഇത് വന്നിട്ട് എ ബി എസ് ബി എ ആയി. നമ്മൾ റീപ്ലേസ് ചെയ്ത് ഈ ബി ആയിരുന്നു. ഇവിടെ നിന്ന് എസ് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബിയും കിട്ടി. ബിയോ അല്ലെങ്കിൽ നമ്മൾക്ക് ബി തുടങ്ങുന്നതോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഈ ബി തുടങ്ങുന്നതായി ഈ ഒരു പ്രൊഡക്ഷൻ കൊടുത്താൽ നമുക്ക് കറസ്പോണ്ടിങ് ഈ സ്ട്രിങ്ങിനെ എൻഡ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നെക്സ്റ്റ് എസ് ഗീവിങ് ബി എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഫോം വന്നിട്ട് എ ബി 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 എ എന്നായി. വീണ്ടും ഇനി റീപ്ലേസ് ചെയ്യാനുള്ള ബി ആണ്. ബി ഗീവിങ് ബി എന്നുള്ളത് കൊടുക്കും. എ ബി 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 തന്നെ, പിന്നെ എ ബാലൻസ്. ഇനി നെക്സ്റ്റ് എ ആണുള്ളത്. അപ്പോൾ ആ എ ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് എ ഗീവിങ് എ വെച്ചിട്ട് എ ബി 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 എ റിമൈനിങ് ലാസ്റ്റ് എക്കും എ തന്നെ കൊടുക്കുന്നു. എ ബി 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 എ. നമ്മൾക്ക് ഈ കറസ്പോണ്ടിങ് തന്നിരുന്ന സ്ട്രിങ് നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് സിമ്പലിനെ മാത്രം റീപ്ലേസ് ചെയ്ത് ഡിറൈവ് ചെയ്യും. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ യൂസ് ചെയ്ത് സെയിം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എടുക്കുന്ന സ്ട്രിങ് എ ബി 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 എ തന്നെയാണ്. നമ്മൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എസ് ഗീവിങ് എ. ഇനീഷ്യൽ ആയതുകൊണ്ട് ഞാൻ സൈഡിലൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. ഇനി റീപ്ലേസ് ചെയ്യേണ്ടത് ഈ എ ആണ്. അപ്പൊ ഇവിടെ റൈറ്റ് മോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലെ റൈറ്റ് മോസ്റ്റ് സിമ്പലിനെ വേണം റീപ്ലേസ് ചെയ്യാൻ. ഇതിനെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് ഇവിടെ എ ഗീവിങ് എ തന്നെ കൊടുക്കാനുള്ളൂ. അപ്പോൾ എ എന്നായി. ഇനി റീപ്ലേസ് ചെയ്യാനുള്ള എസ് ആണ്. അപ്പൊ എസിന്റെ എന്ത് ഡെറിവേഷനെ നമ്മൾ യൂസ് ചെയ്താലാണ് ആ ഫോമിലേക്ക് എത്തുക എന്നൊന്ന് ഫോർകാസ്റ്റ് ചെയ്യണം. അപ്പൊ എസ് ഗീവിങ് എ എടുത്തു. അപ്പോൾ ഇത് വന്നിട്ട് അപ്പൊ എ വന്നതുകൊണ്ട് ആദ്യത്തെ എ അവിടെ തന്നെ, പിന്നെ എ സ്മോൾ എ ഓൾറെഡി ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ. ഇപ്പോൾ ഇതിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ റൈറ്റ് മോസ്റ്റ് ആയിട്ട് കിടക്കുന്നത് ഈ എ ആണ്, വേരിയബിൾ. ഇതിനെ വേണം നമ്മൾ റീപ്ലേസ് ചെയ്യാൻ. എ ആയതുകൊണ്ട് എ ഗീവിങ് എ മാത്രമേ ഉള്ളൂ. സോ ഇത് വന്നിട്ട് എ എന്നാവും. നെക്സ്റ്റ് അപ്പം റിമൈനിങ് എസ് എ അവിടെ അതുപോലെ ഉണ്ട്. ഇനി എസ് വന്നിട്ട് നമ്മൾക്ക് ആക്ച്വലി കിട്ടേണ്ടത് ഇവിടെ ഇപ്പൊ 2 എ കിട്ടിക്കഴിഞ്ഞു, ബി ആണ് കിട്ടേണ്ടത്. അപ്പൊ എസ് വെച്ചിട്ട് എന്ത് റീപ്ലേസ് ചെയ്താലാണ് നമുക്കത് ഫോർകാസ്റ്റ് ആകുക എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ എസിനെ ബി എസ് ബി വെച്ച് റീപ്ലേസ് ചെയ്താലേ പറ്റുള്ളൂ. നമുക്ക് ഈ എസിനെ നമ്മളിനി എസ് ഗീവിങ് ബി എസ് ബി വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എ കഴിഞ്ഞു, ബി എസ് ബി എ വന്നു. ഇനി ഈ ബിയെ നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഇത് ബി മാത്രമേ പ്രൊഡക്ഷൻ ഉള്ളൂ. സോ ബി ഗീവിങ് ബി ആണ്. എ ബി ആയി. റിമൈനിങ് എസ് ബി എ അവിടെ തന്നെ ഉണ്ട്. എസിനെ ഇനി റീപ്ലേസ് ചെയ്യുന്നു. നമുക്ക് വേണ്ടത് അപ്പൊ ഈ ബിയും കിട്ടി, ബി ആണ്. അതുകൊണ്ട് എസ് ഗീവിങ് ബി എന്നുള്ള പ്രൊഡക്ഷൻ ഞാൻ ചൂസ് ചെയ്യുന്നു. സോ നമുക്കിത് എ ബി 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 എ. ഈ ബി ആണ് ഇനിയുള്ളത്. അതുകൊണ്ട് ബി ഗീവിങ് ബി എന്നുള്ളത് ചൂസ് ചെയ്യുന്നു. സോ എ ബി 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 എ. നെക്സ്റ്റ് റൈറ്റ് മോസ്റ്റ് കിടക്കുന്ന എ ആണ്. അപ്പൊ എ ഗീവിങ് എ കൊടുക്കുന്നു. സോ ഇറ്റ് വിൽ ബി എ ബി 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 എ. ഇനി വീണ്ടും എ ഉണ്ട്. അപ്പൊ എ ആണ് വീണ്ടും റൈറ്റ് മോസ്റ്റ്. സെയിം പ്രൊഡക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എ ബി 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 എ. സോ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനിൽ കൂടെ നമ്മൾ കറസ്പോണ്ടിങ് സ്ട്രിങ്ങിനെ ഡിറൈവ് ചെയ്തു. ഇനി ഇതിന്റെ ഒരു ട്രീ ഫോർമാറ്റിൽ നമ്മൾ ഈ യൂസ് ചെയ്ത പ്രൊഡക്ഷൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് പാഴ്സ് ട്രീ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ തൽക്കാലം ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ്റെ ഒന്ന് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ആദ്യം എടുത്തത് എസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് പ്രൊഡക്ഷൻ എ ആയിരുന്നു. സോ അതിനെ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, എ. നെക്സ്റ്റ് ഞാൻ എടുത്തത് നമ്മൾ എന്തായിരുന്നു എ ഫസ്റ്റ് എ നമ്മൾ കറസ്പോണ്ടിങ് ഇവിടെ നമ്മൾ ഇനി എടുക്കുന്ന ഈ പ്രൊഡക്ഷൻസിനെയാണ് കേട്ടോ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പ്രൊഡക്ഷൻസ് എഴുതിയത്. അപ്പൊ എ ഗീവിങ് എ എന്ന് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന വീണ്ടും എസിനെ എ വെച്ചിട്ട് നമ്മൾ വീണ്ടും റീപ്ലേസ് ചെയ്തു. അപ്പൊ ഈ എ കൊടുത്തു കഴിഞ്ഞു. പിന്നെ നമ്മൾ എടുത്തത് വീണ്ടും ഈ എ യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്തു. അടുത്തത് എസിനെ വീണ്ടും നമ്മൾ ബി എസ് ബി വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പം ബി എസ് ബി വെച്ച് റീപ്ലേസ് ചെയ്തു. നെക്സ്റ്റ് ബിയെ നമ്മൾ ബി വെച്ച് റീപ്ലേസ് ചെയ്തു. നെക്സ്റ്റ് എസിനെ നമ്മൾ വീണ്ടും ബി വെച്ച് റീപ്ലേസ് ചെയ്തു. ബിയെ വീണ്ടും ബി വെച്ച് റീപ്ലേസ് ചെയ്തു. ഇവിടെ വരെ നെക്സ്റ്റ് എയും ഓരോ എ വെച്ച് റീപ്ലേസ് ചെയ്തു. ഇതാണ് കറസ്പോണ്ടിങ് ഡെറിവേഷൻ ട്രീ. ഇനി നമ്മൾ നോക്കിയാൽ ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ലീഫ് നോട്ട്സിനെ നമ്മൾ കൗണ്ട് ചെയ്തെടുത്താൽ, റീഡ് ചെയ്തെടുത്താൽ നമുക്ക് ഈ സ്ട്രിങ് കിട്ടിയിട്ടുണ്ടാവും. എന്താ നോക്കിയാൽ എ ബി 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 എ. അപ്പോൾ ഇതാണ് കറസ്പോണ്ടിങ് ആ സ്ട്രിങ്ങിന്റെ ഡെറിവേഷൻ ട്രീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാഴ്സ് ട്രീ എന്ന് പറയുന്നത്.
വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ഒരു ഗ്രാമർ തന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് ആൻഡ് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും അതിൻ്റെ കറസ്പോണ്ടിങ് പവർ സ്ട്രീം വരയ്ക്കാൻ പറയാവുന്നതാണ്. ഇനി നമ്മൾ റൈറ്റ് മോസ്റ്റിൻ്റെയും പവർ ട്രീ വരച്ച് കഴിയുമ്പോൾ മിക്കവാറും സെയിം ആയിരിക്കും കേട്ടോ. ലെഫ്റ്റ് മോസ്റ്റിൻ്റെയും നമ്മൾ സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്ന ഡിഫറെൻ്റ് ആണെങ്കിലും ഫൈനലി വരുന്ന പവർ ട്രീ സെയിം ആയിരിക്കും. സോ ഇതാണ് കറസ്പോണ്ടിങ് ലെഫ്റ്റ് മോസ്റ്റ് ആൻഡ് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഇനി വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു വെർബലി ഒരു ലാംഗ്വേജ് തന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് റെഗുലർ ഗ്രാമർ എഴുതാൻ പറയാം. സോ അത് ചിലപ്പോൾ ചിലർക്ക് കൺഫ്യൂസിങ് ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഒരു NFA വരച്ചിട്ട് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്താൽ മതിയായിരിക്കും. സോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ വന്നിട്ട് NFA കൺവേർഷൻ ടു എ റെഗുലർ ഗ്രാമർ എന്നുള്ളതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാക്കി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്